ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെല്ലാവരും അറിഞ്ഞാണ് പബ്ജി മൊബൈൽ ഇന്ത്യ റിലീസായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ആ ഒരു എയർലി ആക്സസ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി പേർക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ഈ ഒരു ഗ്ലോബൽ അക്കൗണ്ട് എങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം വീഡിയോ അവസാനം വരെ കാണുക. അപ്പം എങ്ങനെയാണ് ആ മൈഗ്രേറ്റ് ചെയ്യുന്നതെന്നൊക്കെ കറക്റ്റായിട്ടുള്ള രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഫസ്റ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് BGMI എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതുപോലൊരു പോപ്പപ്പ് വരുന്നതായിരിക്കും. ജസ്റ്റ് അതിൻ്റെ അകത്ത് ഓക്കെ കൊടുക്കുക. ഞാനിവിടെ നേരത്തെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്, ക്യാൻസൽ ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് OBB ഫയലിൻ്റെ ഒരു ലിങ്കും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതുപോലെ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് നിങ്ങൾ സൈഡിലുള്ള ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പം നിങ്ങൾ നേരെ ആ സൈഡിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു OBB ഫയൽ അവിടെ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ OBB ഫയൽ ഇപ്പോൾ ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ക്യാൻസൽ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഫയലും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ ഗൈസ്, അതിനുശേഷം നിങ്ങൾ ആ ഒരു പബ്ജി മൊബൈൽ ഇന്ത്യയുടെ ആ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ എഴുതി കാണിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ OBB ഡൗൺലോഡ് ആയിട്ടില്ലെന്ന് കാണിക്കും. അപ്പോൾ നിങ്ങൾ നേരെ ആ ഒരു ഫയൽ എടുക്കുക. ഫയൽ മാനേജർ ഉണ്ടെങ്കിൽ അത് എടുക്കുക. അതിനുശേഷം അതിൻ്റെ അകത്ത് ആൻഡ്രോയിഡിൻ്റെ അകത്ത് OBBക്കകത്ത് കയറുക. OBBക്കകത്ത് കയറുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ PUBG മൊബൈൽ എന്ന് പറഞ്ഞ് ഒരു ഫോൾഡർ അവിടെ കിടക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് നിങ്ങൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു PUBG മൊബൈലിൻ്റെ ആ ഒരു OBB ഫയൽ ഇതിൻ്റെ അകത്തോട്ട് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഗൈസ്, ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു പഴയ അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ID വെച്ച് തന്നെ, ആ ഒരു ഫേസ്ബുക്ക് ID വെച്ച് തന്നെ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് വരുന്ന. ആദ്യം തന്നെ ഇതുപോലെ പുത്തൻ ക്യാരക്ടറൊക്കെ വെച്ച് ഓപ്പൺ ആക്കാനായിരിക്കും വരിക. ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഇത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചെറിയൊരു ലോഡിങ് വരും. ലോഡിങ് വന്നതിന് ശേഷം ഇന്ത്യ എന്നുള്ളതാണോ എന്ന് ചോദിച്ചൊരു പേജ് വരും. യെസ് കൊടുത്ത് ഇടുക. അതിനുശേഷം അക്കൗണ്ട് ട്രാൻസ്ഫറിൻ്റെ ഒരു പേജ് വരും. കണ്ടിന്യൂ കൊടുത്ത് നിങ്ങൾ വിടുക. അപ്പോൾ ഇതുപോലെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് യെസ് കൊടുക്കുക. അതിനുശേഷം ഫേസ്ബുക്ക് അക്കൗണ്ടിലാണ് നിങ്ങൾ ലോഗിൻ ചെയ്യുന്നതെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ നേരത്തെ ആ ഒരു ഗ്ലോബൽ അക്കൗണ്ടിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഫേസ്ബുക്ക് ID വെച്ച് ഇതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഒന്നും കൂടെ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതുപോലെ കുറേ പ്രൊസീജിയർ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്തെല്ലാം യെസ് കൊടുത്ത് വിടുക. അപ്പോൾ നിങ്ങൾ നേരെ ബാക്ക് പോവും. അപ്പം ആദ്യം മുതൽ പിന്നെയും വരും. പിന്നെയും വന്നതിന് ശേഷം നിങ്ങൾ ആ ഒരു ലോഗിൻ വിത്ത് ഫേസ്ബുക്ക് ആദ്യം മുതൽ പിന്നെയും കൊടുക്കുക. പിന്നെയും കൊടുത്തതിന് ശേഷം നിങ്ങൾ നേരത്തെ കൊടുത്ത ആ ഒരു ഫേസ്ബുക്ക് ആ ഒരു IDയും പാസ്വേഡും പിന്നെയും കൊടുക്കണം. പിന്നെയും കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ലോഡിങ് വരും. മൈഗ്രേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മണ്ടയ്ക്ക് ഇങ്ങനെ കാണിക്കും. അതിനുശേഷം ഈ ഒരു ലോഡിങ് ഇവിടെ അങ്ങ് നിൽക്കും. അപ്പോൾ നിങ്ങൾ അതിനുശേഷം ഒന്നും വരാതെ ഇങ്ങനെ സ്റ്റക്കായിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ടുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ താഴെ ആ ഒരു ലോഗിൻ വിത്ത് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ നേരെ ലോഡായിട്ട് ആ ഒരു ഗെയിമിൻ്റെ അകത്തോട്ട് ഡയറക്റ്റ് എൻ്റർ ആവുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആ ലോഗിൻ വിത്ത് ഫേസ്ബുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ ലോഗിൻ ആയിട്ട് അതിൻ്റെ അകത്ത് കയറുന്നതായിരിക്കും. ഇപ്പോൾ 18 വയസ്സുള്ളവർ 18 വയസ്സാണെന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ റിസോഴ്സസും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ അതിൻ്റെ അകത്ത് വരും. അതെല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങൾ ഒരു ഫസ്റ്റ് ലോഗിൻ ബോണസ് റിവാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം കളക്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഉപകാരപ്പെടുകയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ കൊടുക്കുക. അപ്പം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് അറിയാത്തവർക്ക് നമ്മുടെ ഈ ഒരു ഫയൽ വെച്ച് ഇൻസ്റ്റാൾ ചെയ്യുക. അതുപോലെ തന്നെ അക്കൗണ്ടെല്ലാം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ഒരു ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ബൈ.